ആ പറയടാ. എടാ നീ എപ്പോഴും ഫോണിൽ തന്നെ വിളിച്ചോണ്ടിരിക്കല്ലേ? എന്തുകൊണ്ടോ നീ ഒരു മെസ്സേജ് കണ്ടോ? ഞങ്ങളുടെ അമ്മാവൻ അയച്ചെന്ന്. ഇപ്പം ഇതെന്തൂടാ? ഇതാണെങ്കിൽ രാത്രി കോസ്മിക് രശ്മികൾ സംഭവം നമ്മുടെ ഭൂമിക്ക് അടുത്തോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഫോണോ കാര്യങ്ങളോ 12 മണിക്ക് ശേഷം ഉപയോഗിച്ചുകൂടാ. നീ ഒന്ന് ഫോർവേഡ് ചെയ്ത്. അതെന്നാ എടാ ഇത് കണ്ടോ? ഇതെന്ന് വെച്ചാൽ ഫാക്ട് ക്രഷൻഡോ എന്ന് പറഞ്ഞൊരു ആപ്പാ. കണ്ടോ? ഇത് ഫാക്ട് ക്രഷൻഡോ നീ ഫോർവേഡ് ചെയ്ത മെസ്സേജ് ചെയ്തല്ല. ഇത് കണ്ടോ? ഇതിനകത്ത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയാൻ പറ്റും. ഇത് കണ്ടോ? നീ അയച്ച മെസ്സേജ് കണ്ടോ? ഇത് ഫേക്ക് ന്യൂസാ. കണ്ടോ? ഈ കിടക്കുന്ന എല്ലാം ഫേക്ക് ന്യൂസാ. കണ്ടോ? ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഉണ്ടോ? കണ്ടോ? എടാ ഇത് ഞാൻ വലിയ സംഭവമൊക്കെ ആക്കിട്ട് വെച്ചിരുന്നു. ഞങ്ങളുടെ അമ്മാവന്, എന്റെ അമ്മാവനെ കുറിച്ച് എനിക്ക് അറിയാലോ. അതെനിക്ക് മനസ്സിലായി. അമ്മാവൻ അതല്ല നീ ഇതെന്തോടാ മെസ്സേജ്? ഇത് എനിക്ക് അമ്മാവൻ ഷെയർ ചെയ്തിട്ടുള്ള. എടാ ഇതെന്ന് വെച്ചാൽ കോളക്കകത്ത് ഇടയ്ക്ക് വെച്ച് HIV ബ്ലഡ് കലർത്തി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതും ഫേക്ക് മെസ്സേജാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറെ അമ്മാവന്മാരുണ്ട് കുറെ ഫേക്ക് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് വിടാനായിട്ട്. നിന്നെ പോലുള്ള മണ്ടന്മാർ അത് വിശ്വസിക്കുകയും ഞാൻ പോയിട്ട് വരാം. എടാ പിന്നെ എടാ ഞാൻ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നീ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. എന്തിനാടാ? എടാ അതൊരു സുഖമില്ലാത്ത കൊച്ചിന്റെ. അത് ഒരു ഷെയറിന് 1 രൂപ വെച്ച് കിട്ടും. നീ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഫേക്ക് ന്യൂസുകളാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേക്ക് ന്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫാക്ട് ക്രഷൻഡോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ മാക്സിമം ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ഫെസിലിറ്റീസ് മനസ്സിലാക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.